എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു സായംകാലം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. ഒരു നല്ലൊരു ദിവസം യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവർക്കും നേരുകയാണ്. ഇന്ന് വളരെ രസമുള്ളൊരു സബ്ജക്റ്റാണ്. ഞാനിങ്ങനെ പലപ്പോഴും വിചാരിച്ചു ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നമ്മളിവിടെ എടുക്കണോ പറയണോ എന്നൊക്കെ. പിന്നെ പിന്നെ ഒരു കാര്യം തീരുമാനിച്ചു, ഇത് അനുഭവിക്കാത്തവരാരും ഇല്ലല്ലോ അല്ലെ. ഞാൻ ഇന്നത്തെ പോയ വിഷയം അനുഭവിക്കാത്തവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അവരെ പേര് പറഞ്ഞാൽ മതി. ബാക്കിയുള്ളവരുണ്ട്. അപ്പൊ എണ്ണം അതായിരിക്കും കൂടുതലും കുറവ് എന്ന് മനസ്സിലാക്കിയോണം. നിങ്ങളെ ഒരാൾ ചതിച്ചിട്ടുണ്ടോ? ഒരാളല്ല, കുറെ പേര് ചതിച്ചിട്ടുണ്ടോ? മാറ്റാം. കുറെ പേര് ചതിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചതിയിൽ പെട്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ, ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്തോ. നിങ്ങൾ ഒരു ചതിയിലും പെട്ടിട്ടില്ലെങ്കിൽ നോ, നിങ്ങൾ ചതിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ യെസ്. അത് ചിലപ്പോ ചില ആൾ പറയും ഒരു എസ് മതിയോ, 25 എസ് എഴുതണോ, 30 എസ് എഴുതണോ എന്നുള്ള ചോദ്യമായിരിക്കും ഇപ്പൊ ഉണ്ടാവുക അല്ലെ. ചതി ചതിയിൽ പെട്ടോന്ന് ചോദിച്ചാൽ ഒരു ചതിയിൽ ഒരു എസ് ചോദിച്ചാൽ ഒരു ചതി എന്നാണെങ്കിൽ നമ്മൾ 25, 30, 50 ഒക്കെ എഴുതേണ്ടി വരും. അത്ര എഴുതാൻ പറ്റില്ലല്ലോ അല്ലെ. ഉണ്ടോ? ഒറ്റ എസ്സേ ഉള്ളൂ, ഒറ്റ ചതിയിൽ മാത്രമേ പെട്ടിട്ടുള്ളൂ. എന്നാ ഒരു എസ്. ഒരുപാട് ചതിയിൽ പെട്ട എത്ര എണ്ണി നോക്കിയേ. ഭയങ്കര രസമുള്ള കാര്യമാണെന്ന് പറയാൻ പോകുന്നത് അല്ലേ. ഇവിടെ എപ്പോഴും പണത്തെ പറ്റി പണം പറ്റിച്ചതിന്റെ കഥ സാറ് പറഞ്ഞിട്ടേ ഇല്ലല്ലോ അല്ലെ. പണത്തെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. പണം പറ്റിച്ചു പോയ കഥ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ. അപ്പൊ അതും കൂടി പറയണ്ടേ നമുക്ക്. അത് വളരെ സന്തോഷപൂർവ്വം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ചില കാര്യങ്ങൾ തിരിച്ചറിയണം, ചില കാര്യങ്ങൾ അറിയണം. എല്ലാവർക്കും അപ്പൊ ഒറ്റ എസ്സേ ഉള്ളൂ അല്ലെ. ഒറ്റ പറ്റിക്കൽ മാത്രമേ പറ്റിട്ടുള്ളൂ അല്ലെ. ഞാൻ പറഞ്ഞു കൂടുതൽ പറ്റിക്കപ്പെട്ടു കൂടുതൽ എസ് എഴുതിക്കോളൂ. എസ് 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 എന്ന് എഴുതുമ്പോൾ ഞാൻ എഴുതേണ്ടി വരും അല്ലെ കുറെ. S4 വരെ ബ്രില്യൻറ്റ്. S4, S5, S6, S8 ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ. പറ്റിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവർ പേര് മാത്രം മതി. എന്നെ ഇന്നേ വരെ ആരും പറ്റിച്ചിട്ടില്ല എന്നുള്ള ആരെങ്കിലും ഈ 200 പേരിനകത്തുണ്ടെങ്കിൽ എന്നെ ഇന്നേ അവർ പറ്റിച്ചിട്ടില്ല, എന്നെ ഇതുവരെ പറ്റിച്ചിട്ടില്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. നോ എന്ന് ടൈപ്പ് ചെയ്യും. നോക്കട്ടെ, നിങ്ങൾ ആരും ഇതുവരെ പറ്റിച്ചിട്ടില്ലെങ്കിൽ ഒരു യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മാമിന് അതിന്റെ നിയമം അറിയുന്നതുകൊണ്ട് മാമിന് ആരും പറ്റിച്ചാലും മാം പറയും സാരില്ല പോട്ടെ എന്ന് പറയും. പിന്നെ പറ്റിക്കലിന്റെ ആ നിയമമാണ് നമ്മൾ അറിയേണ്ടത്. എന്താണ് ഈ പറ്റിക്കലിന്റെ ശാസ്ത്രം? യെസ്. ഇത് നിങ്ങൾ നോ പറഞ്ഞവരെ നമുക്ക് മനസ്സിലാവും. ഞാൻ നോ എന്ന് എഴുതുള്ളൂ കേട്ടോ. എന്നെ ആരും ഇതുവരെ പറ്റിച്ചിട്ടില്ല, ഇപ്പോഴും ആരും പറ്റിക്കുന്നില്ല. ഇല്ല, ഉണ്ടോ? പക്ഷെ അത് പറഞ്ഞു തരുമ്പോൾ മനസ്സിലായി. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് മനസ്സിലായി. അപ്പോ ഇന്നത്തെ ക്ലാസ്സിന് റെഡി ആവുക. നമുക്ക് അത് കഴിഞ്ഞ് പെട്ടെന്ന് തീർക്കാം. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി വൺസ് അഗെയിൻ സ്വാഗതം. ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാപ്സൂൾ വേണോ ഒന്ന് വേണ്ടേ? ക്യാപ്സൂൾ വേണോ? ഇന്ന് അത്ര വലിയ അറിയേണ്ട കാര്യമാണെങ്കിൽ ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ. എല്ലാവരും കഴിച്ചോളൂ. കഴിച്ച് മനസ്സിലാക്കുക ചതിയുടെ ലോകത്തിന്റെ കഥ അല്ലെ. സാംബശിവന്റെ കഥാപ്രസംഗം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം ഉണ്ട്, എന്നൊക്കെ പറഞ്ഞിട്ട് ശബ്ദമുണ്ട്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചതിയുടെ ലോകത്തിന്റെ കഥ. രചനാ സംവിധാനം ആരോ ഒരാൾ, എനിക്കറിയില്ല ആരാണ് അല്ലെ. ആരാ ചതിയിൽപ്പെട്ട ഒരു രചനാ സംവിധാനം. ഇന്ന് വളരെ നിങ്ങൾ ഈ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നിങ്ങളെ ചതിച്ചതിനെ പറ്റിയിട്ട് എത്ര പേർക്ക് വേദനയുണ്ട്, അല്ലെങ്കിൽ അതിനെ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുന്ന എത്ര പേരുണ്ട്. അന്ന് അവരെ ഒന്ന് നമുക്കൊന്ന് ചിരിപ്പിച്ച് കളയാം അല്ലേ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലെ. ലക്ഷങ്ങളുടെ ചതി, കോടികളുടെ ചതികൾ, ഇങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിൽ വിശ്വാസവഞ്ചന, ആത്മവഞ്ചന ഒക്കെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ ഒന്നാണ് ചതിക്കപ്പെടൽ എന്നുള്ളത്. ആത്മാർത്ഥതയോടെ വിശ്വസിച്ച ഒരാൾ നമ്മളെ ചതിക്കുകയോ അല്ലെങ്കിൽ ദുഷ്ടതയോടെ സമീപിക്കുകയോ കപടത കാണിക്കുകയോ ചെയ്യുമ്പോൾ നമുക്കുള്ള വിശ്വാസം മാത്രമല്ല, നമ്മുടെ മാനസിക ശക്തിയും തകരാറിലായി പോകാറുണ്ട് എന്നതാണ് സത്യം. നമ്മൾ നമ്മുടെ കൺട്രോൾ തന്നെ വിട്ടുപോകും. കാരണം നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല അവർ അങ്ങനെ ഒരു ചതി നമ്മളിൽ ചെയ്തു കളയും എന്ന്. അപ്പോൾ നമ്മൾ മാനസികമായി തകർന്നു പോകുമ്പോൾ ഏറ്റവും വേദനാജനകമായി നമ്മൾക്ക് തോന്നുന്ന അനുഭവമാണ്. എന്നാൽ ചില സത്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാകുമ്പോൾ എന്താണ് ഇതിൽ നിന്നും നമ്മൾ എന്താണ് അതിൽ ഉൾക്കൊള്ളേണ്ടത് എന്ന് മനസ്സിലാക്കണം. മനുഷ്യബന്ധങ്ങളിൽ നമ്മൾ മനുഷ്യനെ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. മറ്റതിനെ പറ്റി നമുക്കിപ്പോ പ്രതിപാദ്യ വിഷയമല്ലാത്തതുകൊണ്ട് മനുഷ്യബന്ധങ്ങളിൽ ചതി എന്ന് പറയുന്നത് ഒരു സാധാരണ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന. കാരണം അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും ആൾക്കാർ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുമ്പോൾ അതാണല്ലോ യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താ?
ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന ഒരു സംഭവത്തെയാണ് നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അല്ല, യാഥാർത്ഥ്യത്തിന് മറ്റു അർത്ഥങ്ങളൊന്നുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ചതിക്കപ്പെടൽ. അത് പല രൂപത്തിലാവാം, പല ഭാവത്തിലാവാം, പല രീതിയിലാവാം, എന്തുമാവാം. പക്ഷേ അത് നമ്മളെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ തകർക്കാറുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോ ആത്മാർത്ഥ സുഹൃത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നാവാം, സ്വന്തം കുടുംബത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നാവാം, അല്ലെങ്കിൽ എന്റേത് എന്ന് പറഞ്ഞ് നടന്ന നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നാകാം. ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ ചതിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും നിരാശയും എത്ര വലുതാണ് എന്ന് ഒന്നാണ്. എന്നാൽ നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ്, മനസ്സൊരു വിസ്മയം, ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വേദനയെ സമീപിക്കുന്നതെന്നും നിരാശ എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാകുന്നതെന്നും, അല്ലെങ്കിൽ അതിനും അപ്പുറത്ത് നമ്മുടെ മഹത്തായ സംസ്കാരം, നമ്മുടെ ഭാരതീയ സംസ്കാരം, അല്ലെങ്കിൽ ഭാരതീയ തത്വചിന്തകൾ, അതിന്റെ സംസ്കാരം ഇതിന് എങ്ങനെ നേരിടണമെന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും അത് അറിഞ്ഞില്ല. അറിഞ്ഞാൽ നമ്മൾ അത് പാലിച്ചില്ല എന്നുള്ളതാണ് തത്വം. കാരണം നമ്മൾക്ക് പഠിപ്പിച്ച പല വാക്കുകളെയും നമ്മൾക്ക് വ്യാഖ്യാനിപ്പിച്ച് തന്നവർ അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമുക്ക് ഇത് തിരിച്ചറിയാൻ സാധിച്ചില്ല. യേശുദേവൻ പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അയ്യോ, അവനെന്തെങ്കിലും ചെയ്താൽ അവനെ അങ്ങ് സ്നേഹിച്ചേക്കുക എന്നുള്ളത്. അപ്പോഴും അത് പറയുമ്പോഴും അവനോടുള്ള ആ ഗർവുണ്ടല്ലോ, ആ മനസ്സിൽ അവനോട് തേക്കുന്ന ആ ദേഷ്യമുണ്ടല്ലോ, ആ ഒരു സാധനം വെച്ചുകൊണ്ട് നമ്മൾ സ്നേഹം നടിക്കാൻ പോയി. പറഞ്ഞ വാക്ക് കൃത്യമായി മനസ്സിലാക്കണമായിരുന്നു. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം നീ നിന്നെ സ്നേഹിച്ചോ എന്ന ചോദ്യം ഒരു ഒരു മതപ്രവാചകനും നിങ്ങളോട് പറഞ്ഞു തന്നില്ല. ആ വാക്ക് കൃത്യമായി എടുക്കുമ്പോൾ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ആദ്യം നീ നിന്നെ സ്നേഹിക്കൂ, എന്നിട്ടല്ലേ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റും. ഞാൻ എന്നെ സ്നേഹിക്കാൻ മറന്നുപോയി, അവനെ സ്നേഹിക്കും, ഇത് പറഞ്ഞു തരാൻ ആരും തുനിഞ്ഞില്ല. അഥവാ അവർ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലായില്ല. ഇപ്പോൾ നിങ്ങളൊക്കെ ഹാപ്പിനെസ് മാസ്റ്ററിയിൽ വന്ന സമയത്ത് ശേഷം അവനവനെ സ്നേഹിക്കണം എന്നുള്ള ബോധം ഉറന്നു കാണും. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതല്ല, ഞാൻ ഈ വ്യാഖ്യാനങ്ങളിലെ വിഷയങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് എന്തുകൊണ്ടാണ് ഒരാൾ നമ്മളെ പറ്റിച്ചിട്ടുണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ ചതിക്കപ്പെട്ടതിന് അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടതിന് കാരണമായിട്ടുണ്ടാവും? ഈ ലോകത്തിന്റെ ഒരു അടിസ്ഥാന തത്വമുണ്ട്, എവരി ആക്ഷൻ there is equal or opposite reaction. ഇതെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ കർമ്മനിയമം പറഞ്ഞാൽ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അതിന്റെ ഫലം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ അതിനുവേണ്ടി കാംക്ഷിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് സംഭവിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഭഗവാൻ പറഞ്ഞത്, നീ നിന്റെ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ ഫലത്തെപ്പറ്റി ഓർത്ത് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ഇതേ രീതിയിൽ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ എപ്പോഴാണ് പറ്റിക്കപ്പെടപ്പെടുമ്പോൾ നമ്മൾ എവിടെയാണ് തളർന്നു പോകുന്നത് എന്നൊന്ന് വിശകലനം ചെയ്യണം. ഇത് യാഥാർത്ഥ്യമാണ്, പറ്റിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അതിന് യാതൊരു തർക്കവും ഇല്ല. പക്ഷെ ഈ യാഥാർത്ഥ്യം എവിടെയാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. എന്നിൽ നിന്നും ഒരാൾ പണം കടം വാങ്ങിച്ചു, അയാൾ തിരിച്ചു തരുന്നില്ല, നമ്മൾ തീരുമാനിച്ചു ഇയാൾ എന്നെ പറ്റിച്ചു, അല്ലേ? നമ്മൾ 100 പ്രാവശ്യം ചോദിച്ചു, അപ്പോഴെല്ലാം അയാൾ ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നെ നമ്മൾ സ്വയം ചാപ്പകുത്തും, ആദ്യം ഇയാൾ എന്നെ പറ്റിച്ചല്ലോ. ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ പറ്റിച്ചു അവൻ ഓടിക്കളയുന്നതിന് മുമ്പ് സംഭവിച്ച വിഷയം ഇതല്ലേ? ഇയാൾ എന്നെ പറ്റിച്ചല്ലോ എന്നുള്ള ഒരു സീല് നമ്മൾ സ്വയം അടിച്ചതിന് ശേഷമല്ലേ ഇത് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരാൾ കാശ് കടം മേടിച്ചു, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ വണ്ടി എടുത്തുകൊണ്ടുപോയി, അയാൾ തിരിച്ചു തന്നില്ല. നമ്മൾ ആരാണ് ആദ്യം തീരുമാനിക്കുന്നത് അയാൾ എന്നെ പറ്റിച്ചു എന്ന്? ആദ്യം തീരുമാനിക്കുന്നത് അയാളാണോ നമ്മളാണോ? ഇനി മറ്റൊരു രൂപത്തിൽ പറയാം, ഇതിന് വേറൊരു രൂപത്തിൽ പറയാം. ഒരാൾ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറായി, അയാൾ കൂടെ നിൽക്കുന്നു, അയാൾ അയാളുടേതായ കാര്യം ചെയ്തു പോകുന്നു, അവസാനം അയാൾ ബിസിനസ് നിങ്ങളിൽ നിന്നും എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങൾ അതിന് ഉൾപ്പെടുന്നില്ല. അപ്പോഴും
അയാൾ എന്ത് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്? നമുക്ക് നോക്കാം, ശരിയാക്കാം, നാളെ തരാം, മറ്റന്നാ തരാം, എനിക്ക് കാശ് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ തീരുമാനിക്കുന്നു ഇയാൾ എന്നെ പറ്റിക്കുകയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഇതല്ലേ യാഥാർത്ഥ്യം? എത്ര പേർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റും? ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്ന എല്ലാവരും ഒന്ന് എസ് ടൈപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞ യഥാർത്ഥത്തിൽ ഇതല്ലേ സംഭവിക്കുന്നത് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. എങ്കിൽ നമ്മുടെ നിയമപ്രകാരം, നമ്മൾ പഠിക്കുന്ന നിയമപ്രകാരം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു. നിങ്ങൾ എന്താണോ ചിന്തിച്ചത് അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകുന്നു. അല്ലെ, നിങ്ങൾ എവിടെ ശ്രദ്ധിക്കുന്നുവോ അത് നിങ്ങളിൽ സംഭവിക്കുന്നു. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ഭഗവാൻ പറഞ്ഞു വന്ന രൂപത്തിൽ തന്നെ പറഞ്ഞാൽ, നീ നിന്റെ കർമ്മം ചെയ്യുന്നു, അതിന്റെ ഫലവും നേടുന്നു. എന്താണ് കർമ്മം? കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ്. ഏതൊരു കർമ്മത്തിന്റെയും അടിസ്ഥാനം നമ്മുടെ ചിന്തകൾ തന്നെയാണ്. തീർച്ചയായിട്ടും കിഷോറിന് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാം. കാരണം യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. നമ്മൾ മറ്റൊരു രൂപത്തിൽ ഇതിനെ കാണുന്നത് കൊണ്ട് നോ എന്നേ ആൻസർ വരുള്ളൂ. അത് ചിന്തകൾ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങളെ ഒരാൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും ഇയാൾ എന്നെ പറ്റിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് 100% കട്ടായമാണ്. ഇല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തകൾക്ക് ശക്തിയില്ല എന്ന് പറയേണ്ടി വരും. 100%. പക്ഷേ നമ്മൾ ഒരിക്കലും ആ ചിന്തിക്കുന്നതോ ആ പറയുന്നതോ അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ടേ അല്ല. നമ്മൾ പ്രിക്വേഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇയാൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാനത് ചെയ്യണം എന്നുള്ള ബോധപൂർവമായ ഇത്. പക്ഷേ അത് ഓൾറെഡി നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സംഭവിക്കുന്നു എന്നാണ്. ഇത് തത്വമാണ് ഈ പറയുന്നത്, കൃത്യമായിട്ടുള്ള തത്വമാണ്. അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കേസ് ബൈ കേസ് നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അനുഭവം ഉണ്ട്, എൻ്റെ അടുത്ത് വന്നോ നേരിട്ട് വന്നോ, കേസ് ബൈ കേസ് പറഞ്ഞു തരാം. ഓരോ സിറ്റുവേഷൻ അനലൈസ് വരെ എവിടെയാണ് പാളിച്ച പറ്റിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതല്ല, നമ്മളെ മാറ്റപ്പെടുത്തേണ്ട പ്രക്രിയയെ പറ്റിയാണ് പറഞ്ഞത്. മറ്റവൻ ചതിച്ചതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്നതിനെ പറ്റിയിട്ടാണ്. അയാൾ പറ്റിച്ചു, ശരിയാണ്, അതിൽ യാതൊരു, ഞാൻ പറഞ്ഞില്ലേ, അത് സംഭവിച്ച യാഥാർത്ഥ്യമാണ്, അതിന് ഞാൻ കട്ടൻ ചെയ്ത് പറയുന്നില്ല. പക്ഷേ ഇതിന് ഉത്തരവാദി നമ്മൾ കൂടിയാണെങ്കിൽ ഇതിന്റെ പ്രതിവിധി കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെ ഉണ്ട് എന്നുള്ളത് പറയാനാണ്. നമ്മൾ ഇത് ഓർത്ത് അവിടെ ഇരിക്കുന്നതിന് പകരം ഇതിന്റെ പ്രതിവിധി എന്താണ് എന്ന് നമ്മൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കണമെന്നുള്ളത്. ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മൾ ഓരോ ആൾക്കാർ സാധാരണ പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പാപഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് എല്ലാ തത്വങ്ങളും പറയുന്നു. ആരാണോ കുറ്റം ചെയ്തത് അതിൽ നിന്നും അവന് രക്ഷയില്ല, അവനത് അനുഭവിക്കുക തന്നെ വേണം എന്നുള്ള തത്വം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഒരാൾ ആ ചിന്ത ഡിലീറ്റ് ചെയ്യാവുന്നതിനെയാണ് പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിന്ദു വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ആ ചിന്ത എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അതായത് മുൻകൂട്ടി നമുക്ക് വരുന്ന ആ ചിന്തയെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മുടെ ശരിയായ ജേർണി ടു ഹാപ്പിനെസ്സിലൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രാവർത്തികമാവുന്ന ഒരു കാര്യം. നമ്മൾ പാപം ചെയ്തവൻ, നമ്മളൊരാൾ ചതിച്ചാൽ, ഇതിനെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, നമ്മളെ ഒരാൾ ചതിച്ചാൽ ആ ചതിച്ചതിന്റെ ഫലം അവൻ അനുഭവിക്കുക തന്നെ വേണം. കാരണം നേരത്തെ പറഞ്ഞ നിയമം, എവറി ആക്ഷൻ there is an equal or opposite reaction. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നെ പറ്റിച്ചവൻ ഇപ്പോൾ പന പോലെ വളർന്നല്ലോ സാറേ, ഞാനല്ലേ തളർന്നിരിക്കുന്നുള്ളൂ, അവൻ പന പോലെ വളർന്നല്ലോ എന്ന് ചോദിക്കും അല്ലെ? അങ്ങനെ ഇഷ്ടം പോലെ ഇല്ലേ? നമ്മളെ പറ്റിച്ചവൻ പന പോലെ വളർന്നു, നമ്മളിവിടെ ചതിക്കപ്പെട്ടവൻ നമ്മൾ അതിൽ ഇവിടെ കിടക്കുന്നു. എന്താ വ്യത്യാസം? ഇവിടെയാണ് ഈ ചിന്തയുടെ വ്യത്യാസം ഇരിക്കുന്നത്. നമ്മളെ ഒരാൾ പറ്റിച്ചു എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ആ പറ്റിച്ചവൻ പറയുന്നത് ഞാൻ വിജയിച്ചല്ലോ എന്നാണ്. രണ്ടും രണ്ട് ചിന്തയല്ലേ അല്ലെ? ആരെങ്കിലും ഒരാൾ നമ്മളെ പറ്റിച്ചാൽ ആ പറ്റിച്ചവൻ പറഞ്ഞു നടക്കുന്നുണ്ടോ ഞാൻ ഇവനെ പറ്റിച്ചല്ലോ എന്ന് പറയുന്നോ? അവൻ പറയുന്നത് ഞാൻ വിജയിച്ചല്ലോ എന്നല്ലേ? അപ്പോൾ എന്താണ് അവന് കിട്ടുന്ന റിസൾട്ട്? അവൻ എന്ത് ചിന്തിക്കുന്നുവോ അവൻ അതായിത്തീരുന്നു. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ ഇതായിത്തീരുന്നു. രണ്ടും നമ്മൾ ഒന്നല്ലേ? സെയിം അല്ലേ? ഇതാണ് വ്യത്യാസം. ചതിച്ചു എന്ന് പറഞ്ഞ് നമ്മളാണ് ഷെയിം, ഗിൽറ്റി, അപ്പത്തി, നിരാശ ഇങ്ങനെ പോയി താഴേക്കിടയുള്ള ഫ്രീക്വൻസിയിലേക്ക് പോയിക്കൊണ്ട് കുത്തി താഴോട്ട് പോകുന്നത് നമ്മളാണ്. അവൻ
വിജയിച്ചു 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 എന്ന് പറഞ്ഞ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ചതിക്കപ്പെടുന്ന നമ്മളെ ഒരാൾ ചതിച്ചാൽ അതിന് അവന്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെന്താണ്? നമ്മൾ അതോർത്ത് ഇവിടെ ഇരിക്കണമോ, നമ്മൾ നമ്മുടെ പാട് നോക്കി മുന്നോട്ട് പോകണമോ? നമ്മുടെ യഥാർത്ഥ ആവശ്യം എന്താണ്? നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട യഥാർത്ഥ ആവശ്യം എന്താണ്? നമ്മൾ ഒരാൾ പറ്റിച്ചാൽ നമ്മുടെ യഥാർത്ഥ ആവശ്യം നമുക്ക് വീണ്ടും ഉയരണം എന്നല്ലേ? അല്ലാതെ അവിടെ കിടന്ന് മരിക്കണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ പറ്റിച്ചവനെ അവനേക്കാളും മുകളിൽ ഉയരണമെന്നാണോ നമ്മുടെ യഥാർത്ഥ ചിന്ത ഉണ്ടാവേണ്ടത്? അല്ലെങ്കിൽ അവനെന്നെ പറ്റിച്ചല്ല അയ്യോ പൊന്നേന്നും പറഞ്ഞ് കിടക്കാനാണോ നമ്മളുടെ ആഗ്രഹം? ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കും. ഈ ഒരൊറ്റ ഒരു പോയിന്റ് നിങ്ങൾ വിചാരിക്കൂ. ഒരാൾ നിങ്ങളെ പറ്റിച്ചാൽ അന്നേരം തീരുമാനിക്കണം, ഇവനേക്കാളും മുകളിൽ ഞാൻ വിജയിച്ച് കാണിച്ചു കൊടുക്കുമെന്ന്. അപ്പോൾ അവൻ നമ്മളെ താഴെയാകും. അവനിൽ നമ്മൾ ഇപ്പോൾ ഉണ്ടായ കുറ്റബോധം പിന്നെ അവനിലായിരിക്കും ഉണ്ടാവുക. അപ്പോഴവൻ വന്ന് പറയും, തെറ്റുപറ്റി കേട്ടോ, പണ്ട് ഞാൻ നിങ്ങളെ ഇത്രയും കാശ് തരാനുള്ള കാശ് തരാതിരുന്നത് കൊണ്ട് എന്നോട് ക്ഷമിക്കണം, ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. അല്ലെങ്കിൽ എനിക്ക് തരാനില്ല, എന്നോട് ക്ഷമിക്കണമേ എന്നെങ്കിലും അവൻ പറയാൻ തയ്യാർ. കാരണം അവനേക്കാളും മുകളിൽ നിങ്ങൾ പോകണം. ഞാൻ എനർജിയെ പറ്റി എപ്പോഴും പറയാറുണ്ട്. ജേർണി ടു ഹാപ്പിനെസിന്റെ ഫണ്ടമെന്റൽ ആണ് എനർജി എന്ന് പറയുന്നത്. ആ എനർജി നിങ്ങൾ ഷെയിമിലും ഗിൽറ്റിയിലും അപ്പത്തിയിൽ നിൽക്കുമ്പോൾ അവൻ വിന്നർ എന്ന് പറഞ്ഞ് 500 600 ഫ്രീക്വൻസി പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തൊടാൻ സാധിക്കില്ല. അഥവാ അവൻ ആ കാശ് തരണമെന്ന് ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഏറ്റവും ലോ ഫ്രീക്വൻസിയിലാണ് കിടക്കണം. നിങ്ങളൊരു ബെഗറെ പോലെ അവന്റെ അടുത്ത് നടക്കേണ്ടി വരും. നമ്മൾ ആ 10,000 കോടി ലക്ഷക്കണക്കിന് രൂപ നമുക്ക് തരാനുള്ള അടുത്ത് നമ്മൾ പോയിട്ട് എങ്ങനെയാ ചോദിക്കുന്നത്? നീ അന്ന് എന്നോട് വാങ്ങിച്ച കാശില്ലേ, എനിക്ക് പല ആവശ്യമുണ്ട് കേട്ടോ, ഞാൻ ആകെ ദരിദ്രനാണ്, എനിക്കന്ന് നീ തന്ന് സഹായിക്കാമോ എന്നല്ലേ ചോദിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ പണം അവന് കൊടുത്തിട്ട് നമ്മൾ അവനോട് പോയി പിച്ച യാചിക്കുകയല്ലേ? ഇതല്ലേ തെറ്റ്? നമ്മൾ കാശ് കൊടുത്തിട്ട് അവനോട് അധികാരത്തോട് പോയി ചോദിക്കാൻ, എന്റെ പൈസ നീ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക് ഇപ്പൊ വെക്കണം, ഇവിടെ തന്നിരിക്കണമെന്ന് പറയാനുള്ള ധൈര്യം ഇവിടെ ഇല്ലാതെ പോയി. ഇതാരാ ഉത്തരവാദി? അവനാണോ നമ്മളാണോ? 100% നമ്മളല്ലേ ഉത്തരവാദി. നമ്മൾ കൊടുത്തിട്ട് അവന്റെ ഏൽപ്പിച്ചതെന്ന പോലെ അവസ്ഥ. അപ്പോൾ ഇത് പൂർണ്ണമായി നേരത്തെ പറഞ്ഞത് നമ്മൾ തന്നെയാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദി. അപ്പൊ മാറ്റപ്പെടേണ്ടത് എവിടെയാണ്? നമ്മൾ നമ്മൾ ഉയരണം. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർന്ന് കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ധർമ്മയുദ്ധത്തിന്റെ കഥ അറിയാം. പഞ്ചാലിയെ ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് ആക്ഷേപിച്ചപ്പോഴും എല്ലാം സഹിച്ച് ഭീമൻ അടിക്കാൻ പോയപ്പോഴും ഭീമനെയും യുധിഷ്ഠിർ വേണ്ട, ഇവിടെ നമുക്ക് പറ്റിയ വേദിയല്ല എന്ന് പറഞ്ഞ് വനവാസത്തിന് പോയി കംപ്ലീറ്റ് എല്ലാത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് മനക്കരുത്ത് പൂർണ്ണമായി നേടിയതിന് ശേഷമാണ് തിരിച്ചു വന്ന് ധർമ്മയുദ്ധത്തിന് സഹായിച്ചത്. എന്നിട്ടും അവിടെ പോയി മാക്സിമം പറഞ്ഞു നോക്കി, പറ്റുമോ, സാധ്യതയുണ്ടോ എന്ന് നോക്കി. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരാൾ നമ്മളെ പറ്റിച്ചാൽ പിന്നെ കരച്ചലും പിഴിച്ചലും ബഹളവും, അയ്യോ 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 10 100 പേരോട് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ടിരുന്നു. അവര് പറഞ്ഞില്ല, അവര് നേരെ പോയി വനവാസം അവർക്ക് ഉയരാനായിട്ട്. ഓരോ ആക്ഷേപത്തിലും ദുർബലരാവുകയല്ല വേണ്ടത്, അതിന് മറുപടിയായി ഉയരാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോഴും രാമൻ ആദ്യം മാക്സിമം ശ്രമിച്ചു നോക്കി. ദൂതനെ പറഞ്ഞയച്ചു, ഇങ്ങനെയാണ് സംഭവം, നീ നോക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ബലവാനാണ്. ഇതൊന്നും പറഞ്ഞില്ല അല്ലേ? ഒറ്റയടിക്ക് പോയിട്ട് ആക്രമിക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പറ്റുമോ? ഓക്കെ, നിനക്ക് തെറ്റ് പറ്റി, ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്, നിന്റെ തെറ്റുകളിൽ നിന്നാണ് എണ്ണി എണ്ണി പറഞ്ഞു നോക്കി, ഇല്ല. അവസാനവും കംപ്ലീറ്റ് ഇല്ലാതാക്കി. അപ്പോൾ ആ പാപത്തിന്റെ ഫലം അയാൾ അനുഭവിച്ചു എങ്കിൽ നമ്മളെ ചതിച്ചവനും അവൻ ചെയ്ത പാവത്തിന്റെ ഫലം അവൻ അനുഭവിക്കും എന്നുള്ളത് ലോ ഓഫ് കർമ്മ. അപ്പൊ നമുക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും അത്യാചാരം ചെയ്താൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാം ദൈവം തന്നെ അതിന്റെ പ്രതിഫലം അവന് ലഭിക്കും. ഞാൻ ഇതിനാളല്ല, ഐ ആം ജസ്റ്റ് മൂവിങ് ഓൺ മൈ ഓൺ തിങ്സ്, ഞാൻ എന്റെ കാര്യത്തിന് പോകുന്നു എന്നുള്ള തോട്ട്സിൽ അവിടെ വെച്ചുകൊണ്ട് അവനെ പ്രാകാനും പിടിക്കാൻ നിൽക്കുകയല്ല. പകരം നീ എൻ്റെ അടുത്ത് വരും, നീ വന്ന് തന്നേ പറ്റുള്ളൂ, കാരണം ഞാൻ നിന്നേക്കാളും ശക്തനാണ് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്താൻ പറ്റണം. ക്ഷമ നമ്മൾക്ക് ഇല്ലാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ക്ഷമയില്ലായ്മ.
നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ തോട്ട്സ് വരുന്നത് എന്തുകൊണ്ടാ? ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ക്ഷമിച്ച് അതിനെ ഭൂഷണമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പോൾ വളരെ ലളിതമായി പറയാം, നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടതെന്ന്. നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാക്കേണ്ട 3-4 തിയറികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കർമ്മത്തിൽ വിശ്വസിക്കുക, ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഗുണം നമുക്ക് ലഭിക്കും എങ്കിൽ, അയാൾ നമ്മളെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, അയാൾ ചെയ്തതിന്റെ ഫലവും അയാളും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നല്ല ചിന്തകൾ കൊണ്ടുവന്നാൽ, ആ നല്ല, അതായത് അയാൾക്ക് വേണ്ടി തന്നെ നമ്മൾ നല്ല ചിന്തകൾ കൊണ്ടുവന്നാൽ അതിന്റെ ഫലവും നമ്മളിലേക്ക് വരില്ലേ? സ്വാഭാവികമല്ലേ? നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്? നമ്മൾ അയാളെ പറ്റി ആലോചിക്കുന്നത് മുഴുവൻ മോശമായിട്ട് മാറുമ്പോൾ ആ മോശം തന്നെ നമ്മളിലേക്ക് വരും, അല്ലേ? തിരിച്ച് നമ്മൾ അയാളിൽ നിന്ന് ആ കാശ് എനിക്ക് തിരിച്ച് ലഭിക്കേണ്ടതാണ്, അതെന്റെ അധികാരമാണ്, അതെന്റെ റൈറ്റ് ആണ്, അത് വരിക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനമെടുത്താൽ രണ്ടല്ലേ? ഇത് വരാതിരിക്കാൻ വഴിയില്ല. കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയ കാശാണ്, ഞാൻ നേടിയ എന്റെ കാശാണ്, ഞാൻ എന്റെ കർമ്മത്തിലൂടെ എനിക്ക് ലഭിച്ച ഫലമാണ് എന്റെ കാശ്. അപ്പോൾ ഞാൻ മുൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമായി എനിക്ക് ലഭിച്ച കാശ് എന്നിലേക്ക് വന്നേ പറ്റുള്ളൂ. മറ്റുള്ളവർ കൊണ്ടുപോയാലും തിരിച്ച് എൻ്റെ വരിക തന്നെ വേണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇതുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കർമ്മത്തിന്റെ ഫലം അത് തിരിച്ചു വരിക തന്നെ. അപ്പൊ നമ്മൾ അവനെ കാണുമ്പോൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്? 10,000 രൂപ ഒരാൾ കടം മേടിച്ചു കഴിഞ്ഞാൽ 10 പ്രാവശ്യം ചോദിച്ചാൽ അവൻ തന്നില്ലെങ്കിൽ പിന്നെ അവനെ കണ്ടെടുത്ത് മിണ്ടൂല, പിന്നെ അവനെ കാണേണ്ടടുത്ത് പോകൂല, പിന്നെ അവൻ ഫോൺ വിളിക്കില്ല, അവന്റെ ഫോൺ നമ്മളായിട്ട് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. എന്ന് കടം ചോദിക്കരുതല്ലോ, അല്ലേ? നമ്മൾ എത്ര കണ്ട്, ചിലപ്പോ അവൻ കുത്തുവാള എടുത്തിട്ടുണ്ടാവും, സ്വാഭാവികം. എത്ര പേര് അവന് വേണ്ടി നല്ലത് പറയാൻ തയ്യാറാവും? അവന് നല്ലത് കൊടുക്കൂ, കൊടുത്തിട്ട് പറയൂ, എന്താ, ഞാൻ എന്റെ ഭാഗത്ത് നിന്നെ പറ്റി നല്ലത് മാത്രമേ പറയുള്ളൂ, അതുകൊണ്ട് ഞാൻ നിനക്ക് നൽകുന്ന കർമ്മത്തിന്റെ ഫലം എനിക്ക് ലഭിക്കും, ഒരു കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ അതേ രീതി മറ്റൊരു ചോദിച്ചോട്ടെ. ഇപ്പൊ ഒരാൾ നിങ്ങളെ 10 ലക്ഷം രൂപ പറ്റിച്ചു എന്ന് കരുതിക്കോ. നമ്മൾ ഈ 10 ലക്ഷം കിട്ടാനായിട്ട് അവന്റെ പിറകെ ആലോചിച്ച് വിളിച്ച് സംസാരിച്ച് ഏറ്റവും ലോ ഫ്രീക്വൻസിയിലായിട്ട് ബെഗ് ചെയ്യാൻ പോകുന്നതാണോ നമുക്കുചിതം? അതേ സമയത്ത് ഇതിനേക്കാളും ശക്തമായി അതേപോലെ 10 ലക്ഷം ഉണ്ടാക്കുന്നതാണോ നമുക്ക് ലാഭം? ഏതാണ് നമ്മൾ ഉയർത്തുന്ന സാധനം? ഏറ്റവും അതിനേക്കാളും കുറഞ്ഞ അവനോട് തരുവോ എന്ന് കെഞ്ചിച്ച് നടക്കുന്ന സമയത്തിനകത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇതുപോലൊരു 10 ലക്ഷം വേറെയും ഉണ്ടാക്കാമല്ലോ. അവന്റെ കയ്യിൽ നിൽക്കുന്ന സാധനമല്ല ഈ 10 ലക്ഷം കൊടുത്ത് അവിടെ നിൽക്കുന്ന സാധനം, അതിങ്ങനെ കറങ്ങി തിരിച്ചു വരുന്നതന്നല്ലേ. മണിയോട് പറയുക, നിങ്ങൾ എന്നിൽ തിരിച്ചു വന്നോ. അവന്റെ അടുത്ത് പോയി, എന്റെ അടുത്ത് എന്നിപ്പോ ഈ കാശ് എന്റെ അടുത്ത് ഉണ്ടാവുമോ? ഇനി അടുത്ത 10 ലക്ഷം എന്റെ അടുത്ത് ഉണ്ടാവുമോ? അത് വേറെ ആവശ്യത്തിന് പോകും, അല്ലെ? അപ്പോൾ വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. എന്നെ പറ്റിച്ച ഒരാളെ കഥ ഞാൻ പറയാം, വെറുതെ എളുപ്പത്തിൽ പറഞ്ഞു പോകാം. നാളെ ഇങ്ങനെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തിരിച്ചു തരുമെന്നും വേണ്ട കാശ്. നിങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം എനിക്ക് അതോടുകൂടി ഞാൻ അങ്ങ് സന്തോഷത്തോടെ നിങ്ങൾ അങ്ങ് വിട്ടിരിക്കുന്നു. എന്നെ ഒരാൾ പറ്റിച്ചു, എന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് ഒരു 10-15 വർഷം എന്റെ കൂടെ ഉണ്ടായതാ. എല്ലാ ഊണിലും ഉറക്കത്തിലും കൂടെ ഉണ്ടായ എന്നെ ഒരുപാട് ആൾക്കാർ പറ്റിച്ചു. ഒരാളെ അത് മാത്രം പറയും, ഊണിലും ഉറക്കത്തിലും എനിക്ക് കൂടെ ഉണ്ടായ. ഒരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് മുഴുവനായിട്ടും അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തു. സുഖമായിട്ട് അയാൾ തന്നെ നടത്തിക്കൊണ്ടിരുന്നു. അവസാനം കുറെ കഴിഞ്ഞപ്പോൾ അയാൾ കാശെടുത്തു, കണക്കുകളൊന്നുമില്ല. ഞാൻ കണക്ക് നോക്കുന്ന, ഞാൻ കാര്യങ്ങൾ നോക്കുന്ന അയാളുമാണ്. കുറെ കഴിഞ്ഞപ്പോൾ കണക്ക് കിട്ടാൻ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ കണക്കൊന്ന് റെഡിയാക്കി തന്നേക്ക്, നമുക്ക് കണക്ക് എഴുതി വെക്കണ്ടേ? ഞാൻ എല്ലാത്തിനും കണക്ക് വെക്കുന്നു, ഓരോ ബിൽസിനും എൻ്റെ അടുത്ത് കണക്കുണ്ടാവും. അങ്ങനെ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ കണക്കൊന്നുമില്ല, എഴുതി വെക്കാനൊന്നും പറ്റിയില്ല. ഒരു 1,00,000 സംതിങ് ദിർഹംസ് കൊടുത്ത്, അത് എവിടെ കൊടുത്തു എന്ന് എനിക്ക് ഓർമ്മയില്ല. നീ അന്നേരം വേണമെങ്കിൽ എഴുതി വെക്കണമായിരുന്നു, ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല. നീ വേണമെങ്കിൽ എഴുതി വെക്കാം, നീ എന്താ എഴുതി വെക്കാതെ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് എഴുതി വെക്കാൻ പറ്റും. ഞാനല്ല അപ്പോഴെപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് 6-7 മാസം കഴിഞ്ഞിട്ടായി പറഞ്ഞു. അപ്പോഴെപ്പോഴും നിന്നോട് പറഞ്ഞിട്ട് നീ എഴുതി വെക്കാത്ത ഞാൻ എന്ത് ചെയ്യാൻ? കുറ്റക്കാരൻ ഞാനായി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതല്ലേ എനിക്ക് എഴുതി വെക്കാൻ പറ്റും, നിങ്ങൾ പറയാത്ത ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, കണക്കെവിടെ, നിങ്ങൾ തരാന്ന് പറഞ്ഞുകൊണ്ട്. ഓ, അതൊന്നും എനിക്ക് ഓർമ്മയില്ല, നീ വേണമെങ്കിൽ എഴുതി വെക്കാം, എനിക്കിപ്പം സമയമില്ല. അപ്പോ ഏത് രീതിയിലാ പോകുന്നത് നമുക്ക് മനസ്സിലായല്ലോ. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ സെറ്റാ, ഇയാളെന്നെ പറ്റിക്കുന്നുണ്ടല്ലോ എന്ന ചിന്ത അപ്പൊ തന്നെ വന്നു, നമുക്ക് വന്നു. പിന്നെ പറഞ്ഞ ഞാൻ തിരിച്ചു വന്നേ, നിങ്ങൾ എന്നെ പറ്റിക്കാനുള്ള പരിപാടി.
അതിനെ പറ്റിക്കാൻ എന്താ കാശ് നിന്റെ കാശിന്റെ ഞാൻ മേടിച്ചിട്ടൊന്നുമില്ലല്ലോ, നീ ബിസിനസ്സിൽ ഇറക്കിയതല്ലേ. ആ 2 പറഞ്ഞു 3 പറഞ്ഞു. പുള്ളി പറഞ്ഞു എന്നാ പിന്നെ ഞാനില്ല അതിന്റെ കൂടെ ബിസിനസ്, നീ നിന്റെ ഇഷ്ടം പോകാം. അപ്പോഴേക്ക് പൈസ മുഴുവൻ പോയി. എളുപ്പത്തിൽ പറഞ്ഞു ഞാനില്ല നിന്റെ കൂടെ, എല്ലാം വിട്ട് നീ വേണമെങ്കിൽ നിന്റെ ബിസിനസ് നടത്തുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇറക്കിയ പൈസ അതെല്ലാം ചെലവായി എന്നല്ലേ പറഞ്ഞു. എവിടെ ചെലവായി? കണക്ക് നീ എഴുതി വെക്കണമായിരുന്നു, എന്റെ ഇല്ല. അങ്ങനെ പോയി പോയി പിന്നെ മധ്യസ്ഥന്മാരായി ചർച്ചയായി കാര്യമായി. എല്ലാവരോടും ഇയാൾ ഒറ്റ പറഞ്ഞു, ഞാൻ എല്ലാ കണക്കും അവൻ കൊടുത്തിട്ടുണ്ട്, അവൻ എഴുതി വെക്കാത്ത എന്റെ തെറ്റല്ല, അവന്റെ തെറ്റ. എല്ലാരും കൂടി എന്നെ പറഞ്ഞു നിന്റെ തെറ്റല്ലേ നീ. ഞാൻ പറഞ്ഞു എനിക്ക് എഴുതി വെക്കാൻ തന്നാലല്ലേ എനിക്ക് എഴുതി വെക്കാൻ പറ്റുള്ളൂ, അല്ല അതിന് ഞാൻ കൊടുത്തിട്ടുണ്ട്, എനിക്കിപ്പോ അതൊന്നും ഓർമ്മയില്ല. അവൻ പുണ്യാളൻ, ഞാൻ കുറ്റക്കാരൻ. അവസാനം എല്ലാരും കൂടി വിധിച്ചു, നീ അങ്ങ് പുറത്തു കൊട്ടേക്ക്, വിട്ടേക്ക്. എത്രയാ? നാട്ടിൽ 25 ലക്ഷം രൂപ വിട്ടേക്ക്. അപ്പൊ ഞാൻ ഇരുന്ന് ആലോചിച്ചു, ഇത് പിടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അത് പറഞ്ഞിട്ട് തന്നെ 3-4 മാസം ചർച്ചകളും മീറ്റിങ്ങുകളും ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെയും എന്റെ മീറ്റർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മീറ്റിങ്ങിന് പോകുന്ന പെട്രോൾ ചാർജ് ഞാൻ ചെലവാക്കണം, ഈ വിളിച്ച ആൾക്കാരോടെല്ലാം ഉത്തരം ഞാൻ പറയണം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ 25 ലക്ഷം രൂപ പോകുന്നതാണോ എനിക്ക് ലാഭം? അയാളോട് വിട്ടേക്ക്, നിങ്ങൾ എന്തെങ്കിലും ആക്ക്, നിങ്ങൾ നന്നായി പോട്ടെ എന്നും പറഞ്ഞ് ഒറ്റ വാക്കും ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇതിനോട് നിങ്ങൾ നന്നായല്ലോ, അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ട്. ഇനി ഇതുപോലൊരു 10 പൈസ ചെലവ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടി വരില്ലല്ലോ. എന്റെ അടുത്ത് വീട്ടിൽ വരില്ല, എന്റെ കാര്യങ്ങൾക്കല്ല ഒന്നും സംഭവിക്കും, നിങ്ങൾ നന്നായി പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ ആ പൈസ വിളിച്ചു. ഞാൻ എന്നിട്ട് കൊടുക്കാനുണ്ടായിരുന്നു, കുറച്ച് സ്ഥലത്ത് കൊടുക്കാനുണ്ടായിരുന്നു. ആ പൈസ ഞാൻ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ലോൺ എടുത്ത് ആ കാശ് കൊടുക്കേണ്ടടുത്ത് കൊടുത്ത് സെറ്റിൽ ചെയ്ത് സന്തോഷത്തോടെ പോയി. ഇന്ന് അയാളെ പറ്റിയിട്ട് എനിക്ക് 1% പോലും, ഇപ്പൊ ഞാൻ പറയുന്നത് ചിരിച്ചുകൊണ്ടാണ്, 1% പറ്റിയും അയാളെ പറ്റി എനിക്ക് ചിന്തയില്ല, അയാളെ പറ്റി യാതൊരു കണ്ടീഷനും ഇല്ല. അയാൾ നന്നാവട്ടെ, നന്നാവുന്നില്ല അയാളെ ഇഷ്ടം, എനിക്ക് യാതൊരു കണ്ടീഷൻ. ഞാൻ അതിനുശേഷം ആ കാശും ഞാൻ വേറെ വഴിയിൽ അതിനേക്കാളും പൈസ ഉണ്ടാക്കി ഞാൻ കൊടുക്കേണ്ട ക്രെഡിറ്റ് കാർഡ് അടക്കേണ്ട ലോണൊക്കെ അടച്ച് സുഖമായിട്ട് പോയി. എനിക്ക് എവിടെ നഷ്ടം വന്നിട്ടൊന്നുമില്ല, സുഖമായി. അയാൾ ഇപ്പോഴും ഏതാണ്, തദൈവ പോയിട്ട് സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറഞ്ഞു, വീണ്ടും ഞാൻ പറഞ്ഞു സഹായിക്കണോ എന്തെങ്കിലുമൊക്കെ, ഞാൻ സഹായിക്കാൻ വീണ്ടും പോട്ടെ. ഇത് ഒരാളെ കഥ പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കഥയുണ്ട്. അപ്പോ ഇതെന്താ ഞാൻ പറഞ്ഞതിനകത്ത്, എന്തിനാണ് ഈ ഭാരം കൊണ്ട് നമ്മൾ നടക്കുന്നത്? നമ്മൾ ഈ ഭാരം പിടിച്ച് നടക്കണം എന്തിനാണ്? നമ്മുടെ മനസ്സ് അവനെ കാണുമ്പോ തന്നെ അയ്യ നമുക്ക് ഇത് നമ്മൾ സ്വയം നമ്മളെ ഭാരം വെക്കുകയാണ്. പോയി അവിടുത്തെ വഴിയിലൂടെ അത് ഉണ്ടാക്കാൻ നോക്കും. നമ്മളെ കയ്യിലുള്ള നമുക്കിപ്പോൾ ഉള്ള കാശ് നമ്മൾക്ക് മാത്രമായി ഉള്ളതാണോ? അതെന്നും നമ്മളെ കയ്യിൽ ഇരിക്കുന്ന കാര്യമാണോ? ഇന്നലെ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഇന്നലെ ആരുടെയോ കയ്യിലായിരുന്നു, ഇന്ന് എന്റെ കയ്യിലായി, നാളെ മറ്റാരുടെ കയ്യിലാവും. ഇതേ ചിന്തയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പുറത്തു കൊടുക്കാൻ സാധിക്കും, ക്ഷമിക്കാൻ സാധിക്കും. ക്ഷമയേക്കാൾ വലിയൊരു ആയുധം നന്മയ്ക്കായിട്ട് ഈ ലോകത്ത് ഇല്ല. ക്ഷമിച്ചു കൊടുക്കുക, അതിനകത്ത് നമുക്കത്. എന്നിട്ട് നമ്മൾ അടുത്ത പരിപാടി. പക്ഷേ അവിടെ ഒരു കാര്യം മറക്കാതെ ഫോളോ ചെയ്യണം, ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന സാധനം. പിന്നെ അയാളുമായിട്ട് യാതൊരു തരം മാനസിക ബന്ധങ്ങളും പാടില്ല. കാരണം നമ്മൾ അയാളെ വിട്ടുകളയാ. എത്രയോ ജന്മങ്ങൾ ഈ ലോകത്തുണ്ട് നമുക്കറിയാത്തത്, ഇല്ലേ? ഒരു തരത്തിൽപ്പെട്ട നമ്മളെ പറ്റിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മുടെ ഇമോഷനുമായി കണക്ട് ആയിട്ടുണ്ടാവും. ഒന്നിക്കൽ അയാൾ നമുക്ക് സ്നേഹം തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അയാൾ പരിഗണന തന്നിട്ടുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു ഇമോഷനിൽ അയാൾ നമ്മളുമായി കണക്ട് ചെയ്തിട്ടാകും. എന്നിട്ട് മാത്രമേ നമ്മളെ പറ്റിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ അതായത് നമ്മളുമായി അയാൾ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. ആ അറ്റാച്ച്മെന്റ് ആണ് നമ്മളെ ചതിക്കാനായിട്ട് അയാളെ പ്രേരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യത്തിന്റെ പേരാണ് ഡിറ്റാച്ച്മെന്റ്. ആരുമായും അറ്റാച്ച് ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനമായ, ആധ്യാത്മികതയിൽ പോകുമ്പോൾ ആത്മീയമായി വരുമ്പോൾ ഏറ്റവും പ്രധാനമായി പഠിപ്പിക്കുന്ന പോരാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. സാക്ഷിഭാവം എന്ന് നമ്മൾ ജേണി ടു ഹാപ്പിനെസ്സിൽ പഠിക്കുന്നു. സാക്ഷിഭാവം ഫിറ്റ്നസ് ആണോ? സംഭവിച്ചു, ഐ ജസ്റ്റ് മൂവ് ഓൺ. എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് ഇവിടെ വന്നിട്ട് കളിച്ചു നിന്നാണ് സമയം തികയില്ല. ഇതൊന്നും എന്റെ പരിപാടിയല്ല. എനിക്ക് ലക്ഷ്യബോധത്തോട്, നേരത്തെ പറയുമ്പോൾ ഒറ്റ കാര്യം പറയണം, ഇതെല്ലാം ലക്ഷ്യബോധമുള്ളവനേ പറ്റുള്ളൂ. ഇത് ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഞാൻ മറ്റൊരു സത്യം കൂടി പറഞ്ഞു, പറ്റിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഈ ഡിറ്റാച്ച്മെന്റിന്റെ കാര്യം പറയാം. ഞാൻ ഈ ഹാപ്പിനെസ് മാസ്റ്റർ തുടങ്ങാൻ തൊട്ട് മുമ്പായിട്ട് എൻ്റെ കൂടെയുള്ള 4 പേരോട് നമുക്ക് ഒന്നിച്ച് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഐഡിയ വെച്ചു. എൻ്റെ കൂടെ ഉണ്ടായി നമ്മൾ ഒന്നിച്ച് ഇതേ സബ്ജക്ട് പഠിച്ച് സബ്ജക്ട് വയ്ക്കുന്ന കോച്ചാവാൻ താല്പര്യമുള്ള ആൾക്കാർ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു ഓക്കെ ശരി, നിങ്ങളുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം, ഒക്കെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ഒരു പ്ലാനൊക്കെ വേണം, വിഷൻ ബോർഡ് സെറ്റിങ്സ് ഒക്കെ വേണം. അപ്പൊ ഞാൻ കരുതി മാസാമാസം 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വേണം. ഇത് പറഞ്ഞു കേട്ടപ്പോ തന്നെ ഇവർ ഞെട്ടി.
ഞെട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ സംഭവിച്ചെന്നറിയോ? അയ്യോ സാറേ, ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല, 10 ലക്ഷം രൂപ പണിയെടുക്കണം, 10 ലക്ഷം രൂപക്കാണ്. ഞാൻ പറഞ്ഞു പണിയെടുക്കാതെ പറ്റില്ല. ഞാൻ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഇത്ര ക്ലാസ് എടുക്കണം, ഞാൻ ഇത്ര ക്ലാസ് എടുക്കും, ഇത്ര ക്ലാസ് എടുത്ത ഇത്ര കാശ് ഉണ്ടാക്കും, ഇങ്ങനെയാണ് ഇത്രയാണ് ചെറിയ കാശിലാണ് ഈ കോഴ്സ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പണിയെടുക്കണം അല്ലേ, പണിയെടുത്താലല്ലേ കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് നടക്കൂല. നടക്കൂല നേരിട്ട് പറയാൻ പറ്റില്ല, പതുക്കെ പതുക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേ പിൻവലി? അല്ല, വൈകുന്നേരം ക്ലാസ് എടുക്കുക, ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് ക്ലാസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കണ്ട് എളുപ്പമുള്ള കാര്യമാണോ? ഞാൻ പറഞ്ഞു പറ്റും, എന്ത് പറ്റാതെ, സുഖമായി പറ്റും. ഇങ്ങനെ പറ്റും പറഞ്ഞെല്ലാം കഴിഞ്ഞ് ഞാൻ സംഭവം സ്റ്റാർട്ട് ഓൺ ട്രാക്ക് ആയി വന്നു. പുറത്തു വന്നപ്പോ ഇവർക്കിത് ഇപ്പോഴുള്ള അവസ്ഥ ഞാൻ പറഞ്ഞുതരാം, കുറച്ച് കഴിയുമ്പോൾ പറയാം. ഇപ്പോഴുള്ള അവസ്ഥ എന്താ, ഇത് കണ്ടിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അകത്തുനിന്ന് ഈ സാധനം പുറത്തേക്ക് ഒരു സാധനം ചാടുമല്ലോ, ആ സാധനത്തിന് പേരാണ് അസൂയ എന്ന്. അത് ചാടി വരുമ്പോൾ അടുത്ത വഴി എന്താണ്, അത് നിങ്ങൾ മനസ്സിലാക്കി വരിക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുക. നമുക്ക് അസൂയ വല്ലാണ്ട് ചാടി വന്നു കഴിഞ്ഞാൽ ഒരു അസുഖം, ഒരു വിഷയമുണ്ട്. ഇതാണ് ഇപ്പൊ ഞാൻ അടുത്ത പറഞ്ഞുതരാം, അത് ലാസ്റ്റ് പറഞ്ഞുതരാം, ഇതൊന്ന് മനസ്സിൽ വെച്ചോളൂ. അപ്പോൾ ഞാൻ ഡിറ്റാച്ച്മെന്റ് പറയാൻ നിൽക്കുന്നത്, നമ്മൾ അവരിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ, നമ്മൾ അവരുമായിട്ട് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളെ വല്ലാണ്ട് ഇത് ബാധിക്കും. പക്ഷെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ അവരെങ്ങനെ ചിന്തിക്കുന്നു? സോ വാട്ട് ഈസ് മൈ പ്രോബ്ലം? ബിക്കോസ് എന്റെ കയ്യിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. എനിക്ക് ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും എന്നെ തടസ്സപ്പെടുത്തില്ല. കാരണം എന്താണ്, അത് കണ്ടിട്ടല്ല നമ്മൾ ഇത് നിൽക്കുന്നത്. നമ്മൾ കീപ് മൂവിങ് ഓൺ. അപ്പോൾ എല്ലാത്തിനോടുള്ള അറ്റാച്ച്മെന്റ് ഒഴിവാക്കി ഡിറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇപ്പൊ വന്ന ചോദ്യമാണ്, ക്ലോസ് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഡിറ്റാച്ച് ചെയ്യുക? അത് നിങ്ങൾക്ക് ഡിറ്റാച്ച് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ ക്ലോസ് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് അറ്റാച്ച്മെന്റിലേക്ക് പോകുന്നത്? ഡിറ്റാച്ച്മെന്റും അറ്റാച്ച്മെന്റും അറിയണമെങ്കിൽ ഇത് എന്താണെന്ന് അറിയാം. എന്താണ് ഈ അറ്റാച്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഡിറ്റാച്ച്മെന്റ്? നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയിരുന്ന ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അവരെ കാണുമ്പോൾ ചിരിക്കുക, അല്ലെങ്കിൽ അവരെ കെട്ടിപ്പിടിക്കുക, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തൊന്നും അല്ല അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. അത് ജേർണി ടു ഹാപ്പിനെസ് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ പുതിയ ജീവിത വിജയത്തിന്റെ ലക്ഷ്യത്തിൽ അത് കൃത്യമായി ജീവിത വിജയത്തിന്റെ രഹസ്യത്തിൽ കൃത്യമായി അത് പഠിപ്പിച്ചെടുത്തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, രണ്ട് മനസ്സിലാക്കിയാൽ അത് പറയാൻ പറ്റുള്ളൂ. ഡിറ്റാച്ചും അറ്റാച്ചും അറിയണം. അത് പഠിച്ച് അനുഭവിച്ചെടുക്കേണ്ട കാര്യമാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്ന അത്ര എളുപ്പമല്ല. അത് മറ്റൊരു ക്ലാസ്സിൽ പറയാം. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് വെച്ചാൽ, ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ പോവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒന്നും നമ്മളെ തടസ്സപ്പെടില്ല. 10 ലക്ഷം ഇവിടെ പോയാൽ അടുത്ത 10 ലക്ഷം ഉണ്ടാക്കാൻ ലക്ഷ്യബോധം പുതിയത് കൂടി വരും. അതിന് നമ്മൾ ഉണ്ടാക്കേണ്ട പേരാണ് വിഷൻ ബോർഡ് അല്ലെങ്കിൽ ഗോൾ സെറ്റിംഗ്സ്. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഇതിനെപ്പറ്റി പരിതപിച്ചിരിക്കാൻ സമയമില്ലെന്നേ. അടുത്ത പരിപാടിക്ക് പോവാം. ഇതിനെപ്പറ്റി നിൽക്കാൻ സമയമില്ല. ഇതിനെപ്പറ്റി ആലോചിച്ചിരിക്കുന്ന സമയം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നമ്മളെ ലക്ഷ്യം മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അത് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ, ഇപ്പൊ 1 കോടി രൂപയുടെ ലക്ഷ്യമാണ് നമ്മളിൽ ഒരാൾ ഇവിടെ 10 ലക്ഷം പറ്റിച്ചെങ്കിൽ നമ്മൾ പറയും, അയ്യോ 10 ലക്ഷം പോയല്ലോ, ഇനി 1 കോടി എനിക്ക് ആക്കാൻ പറ്റില്ലോ 2026 എന്ന് പറയുന്നതാണോ നല്ലത്? 10 ലക്ഷം പോയി, ഇനിയും 1 കോടി ഉണ്ടാക്കണം എന്ന ചിന്തയിലേക്ക് പോയിട്ട് പൂർവാധികം ശക്തമായി പ്രവർത്തിക്കാനാണോ നമ്മൾ നിൽക്കേണ്ടത്? ഇതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ പോയത് വിട്ട് അടുത്ത വീണ്ടും ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. അപ്പൊ ക്ഷമയോടെ, ഞാൻ പറഞ്ഞ ഡിറ്റാച്ച്മെന്റ്, പിന്നെ അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫൊർഗീവ്നെസ് ആൻഡ് കമ്പാഷൻ എന്ന് പറയും. ക്ഷമയും കരുണയും ഉണ്ടാവുക. എന്തിനാണ് ക്ഷമയും കരുണയും? ഇത് മറ്റൊരാൾക്ക് വേണ്ടി പറയുന്ന കാര്യമല്ല. ക്ഷമിക്കുന്നതിലൂടെ അവനവന്റെ ആത്മസംതൃപ്തിയാണ് ഉണ്ടാവുന്ന അറിയാം. നമ്മൾ ഒരാളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവനോട് പോയി കാല് പിടിച്ചിട്ട് നീ എന്നോട് പൊറുക്കണേ എന്ന് പറയുന്നതല്ല ക്ഷമയുടെ അർത്ഥം. ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിരിക്കുന്ന ഭാരത്തെ നമ്മൾ എടുത്തു കളയുക മാത്രമാണ്. അവനുമായിട്ട് ആദ്യം നമ്മൾ ഡിറ്റാച്ച് ആയെങ്കിൽ പിന്നെ അവനോട് ക്ഷമിക്കാൻ എന്തിരിക്കുന്നു നമ്മൾ, അല്ലെ? അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ വിച്ഛേദിച്ചു, പിന്നെ അവനോട് പോയിട്ട് ക്ഷമിക്കണേ എന്ന് കൈകൂപ്പേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ മനസ്സിൽ അവനെ പറ്റിയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഭാരത്തെ അങ്ങ് ഇറക്കി വെക്കുക. ഇതിനെയാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ എന്ന് പറയുന്നതിനർത്ഥം അവർ ചെയ്തതെല്ലാം ശരിയാണെന്ന് അംഗീകരിക്കുകയല്ല. അതല്ല ക്ഷമയുടെ അർത്ഥം. നമ്മൾക്ക് അതിലത്ത് യാതൊരു ബന്ധവുമില്ല. ഐ എം ജസ്റ്റ് റിലീവിങ് ആസ് ഇറ്റ് ഈസ്. അവൻ ചെയ്തതിന്റെ ഫലം അവൻ അനുഭവിക്കും, എനിക്കതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറലാണ് ക്ഷമ. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കുന്നതിലൂടെ നന്മ മാത്രമേ ഉണ്ടാവൂ. കൃത്യമായും അത് തന്നെയാണ് ജീവിതത്തിൽ നിൽക്കാൻ പറ്റുക. നമ്മൾ അവരോട് ക്ഷമിച്ചാൽ അവർ പിന്നെ ഒന്നും നമുക്ക് പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ക്ഷമിക്കുന്നതിലൂടെ. നമുക്ക് അവരെ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്നെ പറ്റിച്ചവർ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ കാണുമ്പോൾ എനിക്ക് അവരോട് ചിരിക്കുന്നതിന് ഒരു കണ്ടീഷൻ, ഇതേ ചിരി അവരെടുത്ത് വരും, ഇതേ പുഞ്ചിരി അവരെടുത്ത് വരും. ഷെയ്ക്കാൻഡ് അവർ തന്നാൽ ഞാൻ ഷെയ്ക്കാൻഡ് തരും, അല്ലെങ്കിൽ കൈകെട്ട് നിൽക്കാൻ ഞാൻ സുഖമായിട്ട് കൈകെട്ട് നിൽക്കും. ഒരു കുഴപ്പമില്ല. കാരണം എന്താ, എനിക്ക് അവരെ പറ്റി യാതൊരു കണ്ടീഷനും ഇല്ല. എനിക്ക് അവരെ പറ്റി ഒരു
അവരെ പറ്റി അവരെന്നെ പറ്റിച്ചു എന്നോ പറ്റിച്ചില്ലെന്നോ ഒരു കണ്ടീഷനും ഇല്ല. നിങ്ങൾ അങ്ങനെയാണ്, എനിക്കെന്തിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. നിങ്ങൾ നന്നായോ നന്നായിക്കോട്ടെ, നിങ്ങൾ നന്നായില്ല, ഒരു കുഴപ്പമില്ല. ഇത് സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കുടുംബത്തിലൊക്കെ ഒരുപാട് നമുക്കുണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ. ഇതിനെ പിടിച്ചുവിടുന്നത് നമുക്ക് നടക്കൂല. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തരം ആൾക്കാരുമായി പിന്നെയും പോയിട്ട് കെട്ടിപ്പിണിഞ്ഞ് നടക്കാൻ നിൽക്കരുത്. കാരണം എന്താ, അപ്പൊ വീണ്ടും അവിടെ ഇമോഷൻസ് ക്രിയേറ്റ്. എന്റെ ഏട്ടനല്ലേ, എന്റെ അനിയനല്ലേ, എന്റെ അച്ഛനല്ലേ, എന്റെ അമ്മയല്ലേ, എന്റെ പെങ്ങളല്ലേ, അല്ലെങ്കിൽ എന്റെ അളിയനല്ലേ എന്നുള്ള കുറെ, അല്ലെ എന്റെ സുഹൃത്തല്ലേ, എന്റെ കുടുംബക്കാരനല്ലേ, ഇതും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത പണിയും മേടിച്ചോളാം. അതിന് യാതൊരു, അപ്പൊ വീണ്ടും നിങ്ങൾ ചെയ്തിടും കർമ്മത്തിൻ ഫലം നിങ്ങൾ അനുഭവിച്ചിടും എന്ന് പറയുന്ന പോലെ വീണ്ടും നിങ്ങൾ അത് തന്നെ അനുഭവിക്കും. അപ്പൊ അവിടെ ആ കർമ്മത്തിൽ ഒക്കെ നമ്മൾ മറ്റു കർമ്മത്തിൽ പോയാൽ മതിയല്ലോ എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ട തത്വം. അപ്പോൾ വളരെ കൃത്യമായി 3 കാര്യങ്ങൾ പഠിക്കുക. ഒന്ന്, കൃത്യമായി കർമ്മത്തെ പറ്റി അറിയുക, ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുക, ഫൊർഗീവ്നെസ് ചെയ്യുക എന്ന് പറയുന്നത്. ചാണക്യൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞത്, നമ്മളെ ഒരാൾ ചതിക്കുന്നുവെങ്കിൽ അതിന് കാരണം നമ്മൾ കൂടി ആണ് എന്നുള്ളത്. അതിന് സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി വെച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ വൈകാരികമായി അകലം പാലിക്കുക, ചതിച്ചവരിൽ നിന്നും മാനസികമായും ശാരീരികമായും അകലം പാലിക്കുക. സുധാകുമാരിയമ്മ ഇപ്പോൾ പറഞ്ഞു വളരെ കൃത്യമാണ്. മാനസികമായി ശാരീരികമായും അവരോട് കൃത്യമായി അകലം പാലിക്കുക. അവരെ പറ്റി ചിന്തിക്കാനോ പറയാനോ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അത് അവരുടെ കാര്യം. അങ്ങനെ എത്രയുണ്ട്. പിന്നെ സ്വയം മെച്ചപ്പെടുത്തുക. വൈരാഗ്യം വെച്ച് സമയം കളയാതെ നിങ്ങളുടെ ഊർജം സ്വയം മെച്ചപ്പെടുത്താനായി ഉപയോഗിക്കുക. നമ്മൾ മുന്നോട്ട് പോകുക. താഴോട്ടിൽ അതിനെപ്പറ്റി നമ്മൾക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടതില്ല എന്നുള്ളതാണ്. സൈലൻസ് ഈസ് ദ ബെസ്റ്റ് ആൻസർ ഫോർ റിവെഞ്ച് എന്ന് പറയും. നിശബ്ദതയാണ് പ്രതികാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. നമ്മൾ എത്ര പേരത് ചെയ്യുന്നു? ഇല്ലല്ലേ. നിശബ്ദമായിരിക്കുക. അപ്പോൾ നമ്മൾ സ്വയം പഠനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇത് ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ക്ഷീണിക്കുമ്പോൾ, നമ്മൾ തളർന്നു പോകുമ്പോൾ, നമ്മൾ കഷ്ടപ്പാടിലാകുമ്പോൾ ഒരിക്കലും ഒരാളും നിങ്ങളെ സഹായിക്കാൻ വരികയില്ല എന്നുള്ള സത്യം അറിയണം. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ തിരിച്ചു വരവിന് ശ്രമിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ പരിഹസിക്കും. നമ്മൾ വിജയിക്കുമ്പോൾ, ആ വിജയം നമ്മൾ നേടുമ്പോൾ ആളുകൾക്ക് നിങ്ങളോട് വെറുപ്പുണ്ടാകും. ആ വിജയം നമ്മൾ പിന്തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ, അതായത് തുടർച്ചയായ വിജയം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ആൾക്കാർ നിങ്ങളെ പിന്തുടരാൻ തുടങ്ങും. അപ്പോൾ വെല്ലുവിളികളെ അതിജീവിക്കുക, അതിലൂടെ നമ്മൾ വിജയിയായി മാറുക എന്നുള്ളതാണ് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. വെല്ലുവിളികളില്ലെങ്കിൽ വിജയമില്ല. നമുക്ക് ശത്രുക്കളില്ലെങ്കിൽ നമുക്ക് വിജയിക്കുന്നതിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അവരവിടെ ഇരിക്കട്ടെ. അവർക്ക് മുകളിൽ പറക്കാനുള്ള ശക്തി നമുക്കുണ്ടാകുമ്പോൾ അവർ താഴെ നിന്ന് നമ്മൾ എന്ന് നോക്കി ഇവര് കൊള്ളാമല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കണം. ഇതാണ് യഥാർത്ഥ ജീവിത വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റപ്പെടുമ്പോഴോ പരിഹസിക്കപ്പെടുമ്പോഴോ വെറുക്കപ്പെടുമ്പോഴോ തളരാതെ മുന്നോട്ട് പോകാനും നിങ്ങളുടെ വിജയത്തിന്റെ ത്തിലേക്കുള്ള എല്ലാ പ്രതിബദ്ധങ്ങളെയും അതിജീവിക്കാനും നമുക്ക് സാധിക്കണം. ആ ഓരോ പോക്കിലും നമ്മൾ ആലോചിക്കണം, ഇവരൊക്കെ എന്നെ നാളെ പിന്തുടർന്നേ പറ്റുകയുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കി കീപ് ഗോയിങ് ഇറ്റ്. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സുഖകരമായി ഉറങ്ങാൻ സാധിക്കട്ടെ. ഒരാൾക്ക് നിങ്ങളെ പറ്റിക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയുക. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ആൾക്കാർക്ക് ചോദിക്കാനുണ്ടോ? പറഞ്ഞു. ചോദിക്കാനുണ്ടോ? ഒരു മിനിറ്റ്. Thank you, sir. 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 അപ്പൊ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പൊ നേരത്തെ പറഞ്ഞത്, ഒരു മിനിറ്റ്, നേരത്തെ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞു വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം
വിഷൻ ബോർഡ്, ഗോൾ സെറ്റിംഗ് എന്ന വർക്ക്ഷോപ്പ് നമ്മൾ തുടങ്ങുന്നുണ്ട്. ലക്ഷ്യബോധത്തിലൂടെ അത് നേടണം എന്ന് പറയും. ഇന്നലെ ഒരാൾ പറയണ്ടായി, ഇപ്പോൾ മലേഷ്യക്ക് ഇന്ന് രാവിലെ മെഡിറ്റേഷൻ പറഞ്ഞല്ലേ, മലേഷ്യക്ക് പോകാൻ തയ്യാറായി ആദ്യമായിട്ട് വിഷൻ ബോർഡ് ക്ലാസ്സിൽ പങ്കെടുത്ത് അന്ന് എഴുതി തയ്യാറാക്കിയ ബോർഡ് പ്രകാരം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർക്ക് അതിനെ നിങ്ങൾക്ക് കാണണം. നിങ്ങൾ വിജയിക്കുന്നത് എപ്രകാരമാണെന്ന് കണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കേണ്ട ഒരു കാര്യത്തിന്റെ പേരാണ് ഗോൾ സെറ്റിംഗ്സ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും കുറഞ്ഞ പൈസയിൽ തന്നെ അങ്ങനെ ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു പൈസ മാത്രമേ വാങ്ങിക്കുന്നു. 2222 രൂപ മാത്രം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് നൽകുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പറയണു, നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതിന്റെ പ്രാധാന്യം. സാമ്പത്തികമായ വിജയം വേണോ? നിങ്ങൾക്ക് ലക്ഷ്യം വേണം. എന്താണ് വേണ്ടത്, എപ്പോഴെത്ര വേണം, ഇത് നിങ്ങൾക്ക് ഇല്ലാത്തിടത്തോളം എന്റെ സമ്പത്തില്ലേ എന്ന് പറഞ്ഞ് നടക്കരുത്. കടമായി എന്ന് പറഞ്ഞ് നടക്കരുത്. അതിന് കാരണം നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലാതെ പോയത് കൊണ്ടാണ്. അതിനുവേണ്ടിയാണെങ്കിൽ കോഴ്സിന് എത്രയും പെട്ടെന്ന് നമ്മൾ 21-ാം തീയതിയാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോഴേക്ക് മറ്റു ക്ലാസ്സുകളൊക്കെ ഫ്രീ ആവും. വിഷൻ ബോർഡ് എല്ലാവരും ചെയ്യണമെന്നാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു വെക്കണം. എവിടുന്ന ചെയ്തു വെച്ച് വെറുതെ അല്ല, നിങ്ങൾ ഇപ്പൊ ഈ ചെലവാക്കിയ പൈസ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റപ്പെടുത്തുന്ന പ്രക്രിയയായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിജയിക്കണം, എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഇല്ലാത്തവർ വരണം. ഇവിടെ തന്നെ കടന്നു, ഇങ്ങനെ കടന്നു നിന്നോളൂ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഓക്കെ, ശരി, താങ്ക് യു വെരി മച്ച്. ഞാനിത് പറയുന്നു, അവിടെ ലോട്ടറി എടുക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ ലോട്ടറി അടിച്ച് കോടീശ്വരനായി സാറിന് ഞാനിവിടെ കാര്യമായി വിഷൻ ബോർഡിനെ പറ്റി പറയുന്നു. ആ വിഷൻ ബോർഡിൽ ഈ ലോട്ടറി ടിക്കറ്റ് വെച്ചാൽ തന്നെ അതായി. പക്ഷെ ഇതൊന്നും ഇവിടേക്ക് കയറില്ല അല്ലേ? ഇനിയിപ്പോ നാളെ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും യൂട്യൂബിന് താഴെ കമന്റ് ചെയ്യുന്നവർ, സാറേ 10,000 രൂപ അയച്ചു തരുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യാ? മറ്റെല്ലാ ക്ലാസ്സും വിഷൻ ബോർഡ് ഉണ്ടാവുന്ന എല്ലാ ക്ലാസ്സും സ്റ്റോപ്പ് ചെയ്യും. വിഷൻ ബോർഡ് ക്ലാസ് നടക്കുന്ന സമയത്ത് എല്ലാ ക്ലാസ്സുകളും സ്റ്റോപ്പ് ചെയ്യും. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് വിഷൻ ബോർഡ്. ഫ്രീ ക്ലാസ് പോലും ഉണ്ടാവില്ല. ഞാൻ യൂട്യൂബിലേക്ക് വേണ്ടി മാത്രം വേറെ റെക്കോർഡ് ചെയ്തിട്ടേക്കും. കാരണം വിഷൻ ബോർഡ് എന്നെ സംബന്ധിച്ച് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് മറ്റെല്ലാ ഹിപ്നോസിസ്, ലോ ഓഫ് അട്രാക്ഷൻ, ജേർണി ടു ഹാപ്പിനെസ് എല്ലാം സ്റ്റോപ്പാണ്. അവരെല്ലാവരും പങ്കെടുക്കുക വേണം, നിർബന്ധമായും പങ്കെടുക്കും. അത് നിർബന്ധമായും പറയുന്ന കാര്യമാണ്. ക്ലാസ്സിൽ പങ്കെടുത്ത് നിർബന്ധം എന്ന് പറയാൻ എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ അല്ലെ? നിങ്ങളാണ് ചെയ്യേണ്ടത്. എന്നാൽ ഞാൻ പറയുന്നു, അത്രയും ഇമ്പോർട്ടൻസ്. എന്റെ ജീവിതം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്റെ വിഷൻ ബോർഡ് കൊണ്ട് തന്നെയാണ്. ഇനി നാളെ വരാൻ പോകുന്നത് എന്റെ വിഷൻ ബോർഡ് തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാം 2035 ഞാൻ എവിടെ ഉണ്ടാവുന്നു ഇപ്പൊ ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. യാതൊരു തർക്കവും ഇല്ല. 100% ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ എപ്പോ പോകും, തിരിച്ചു പോകും, വല്ലതും വിഷൻ ബോർഡിലുണ്ടോ എന്ന് ചോദിക്കും. അതുമുണ്ട്. എപ്പോ പോകുന്നു തിരിച്ച്? നമ്മളെ മറ്റേ ഫ്ലൈറ്റ് എടുത്ത് പോകൂലേ? അവിടെ പോകുമ്പോഴേക്കും അവിടെ എപ്പോ പോകുന്നു അതുകൂടി ഉണ്ട്. വിഷൻ ബോർഡ് അത്ര വരെ സെറ്റ്. അതിനുശേഷം പിന്നെ വിഷൻ ബോർഡ് ഇല്ല. കാരണം എന്താ അറിയോ? അതിനുശേഷം വിഷൻ ബോർഡ് മറ്റേ അയാൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരാണ് ചിത്രഗുപ്തൻ, അറിയാലോ? ചിത്രഗുപ്തൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ എഴുതി വെച്ചത് പാലിക്കുക മാത്രമാണ് അവിടുത്തെ പരിപാടി. ഇത്രയും കൃത്യമാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും അതുവരെയുള്ളത് നിങ്ങൾക്ക് ഉണ്ടാക്കി ഞാൻ സഹായിക്കാം. അതിനുശേഷമുള്ളത് ഞാൻ സഹായിക്കില്ല. കാരണം അത് അയാളുടെ പണിയാണ്. ഹൗ മെനി ഡേയ്സ് എന്ന് ചോദിച്ചാൽ ഐ കനോട്ട് ആൻസർ. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യു പീപ്പിൾ ആർ. നിങ്ങൾ എപ്രകാരമാണോ ഇതിനെ സെറ്റ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത്, സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ആ ക്ലാസിന്റെ ലെങ്ത്. ഒരു കണ്ടീഷനും ഇല്ല. ചിലപ്പോൾ 10 ദിവസം കൊണ്ട് തീർത്തും, പക്ഷെ നിങ്ങളെ പിടിച്ച് ഈ സാധനം ഉണ്ടാക്കിയിട്ട് മാത്രമേ പറ്റൂ. നിങ്ങൾക്ക് പറ്റില്ല, ആർക്കാ പറ്റാത്ത? എല്ലാവർക്കും പറ്റും. പക്ഷെ പറ്റുന്ന ഒരു കൂട്ടർക്ക് മാത്രമേ പറ്റുള്ളൂ. മനസ്സ്, ഇതിനു വേണ്ടി മനസ്സുള്ളവർക്ക് പറ്റും, ഇല്ലാത്തവർക്ക് പറ്റില്ല. അതാണ് ഞാനത് പറയുന്നത്. നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹമുണ്ടോ, അവർക്ക് വേണ്ടി മാത്രമാണ് ക്ലാസ്. അല്ലാത്തവർ ആ വഴിക്ക് വരേണ്ട, സമയം കളയണ്ട. ഓക്കെ, താങ്ക് യു.